السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه وسلم تسليما كثيرا. أما بعد فاتقوا الله عباد الله، أوصيكم وإياي بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഈ പാടൂര് പ്രദേശത്ത് മുസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ വിവിധങ്ങളായ സംരംഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിജ്ഞാന സദസ്സിലും ഇഫ്താറിലും പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. നിറഞ്ഞു നിൽക്കുന്ന ഏറെ ശ്രദ്ധയോടെ ഒരു സദസ്സ് ദീന് പഠിക്കാനും അത് കേൾക്കാനുമുള്ള ഒരു മാനസികമായ അവസ്ഥയിലേക്ക് എത്തിപ്പെടുക എന്നത് തന്നെ വലിയ ഖൈറാണ്. അല്ലാഹു നമുക്ക് ധാരാളം ഉപകരിക്കുന്ന അറിവും ലഭിക്കുന്ന അറിവനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുവാനുമുള്ള കഴിവ് പടച്ച റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് ചോദിക്കാതെ നമ്മളറിയാതെ ഈ പാടൂരിൻ്റെ വിവിധ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നമ്മൾ ജനിച്ചവർ. നമ്മൾ ആണാകണോ പെണ്ണാകണോ എന്നൊന്നും നമ്മൾ തീരുമാനിച്ചതല്ല. ഉമ്മാക്കുപ്പാക്കും ആഗ്രഹം ഉണ്ടായിരുന്നു 2 പെൺകുട്ടികൾ വേണമെന്ന്. കിട്ടിയത് ചിലപ്പോൾ 2 ആൺകുട്ടികളായിരിക്കും. 4-5 ആൺകുട്ടികളുള്ള ഉമ്മാർ ചിന്തിച്ചിട്ടുണ്ടാകും, ഒരു പെൺകുട്ടിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയത് 5ാമത്തെ ചിലപ്പോൾ ആൺകുട്ടി. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന പോലെ ഈ ലോകത്ത് ഓരോന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. അതിനിടയിൽ മനുഷ്യരാകുന്ന നമ്മളോട് ചോദിക്കാതെ വന്ന ഈ ദുനിയാവിൽ നിന്ന് ഒരു ദിവസം നമ്മൾ ഇവിടുന്ന് പടിയിറങ്ങണം. അതും ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വെച്ചല്ല, നമ്മൾ വിചാരിക്കുന്ന പ്രായത്തിലല്ല, നമ്മൾ വിചാരിക്കുന്ന സന്ദർഭം നോക്കിയിട്ടൊന്നുമല്ല പിടിക്കുക. ഒരു സമയമുണ്ട് നമുക്ക്. അത് അള്ളാഹിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സമയമാണ്. അതായിക്കഴിഞ്ഞാൽ, അജലെത്തിയാൽ അയാൾ ഈ ലോകത്തുനിന്ന് പോകും, ആത്മാവ് നഷ്ടപ്പെടും. ഖുൽയതവഫാകും മലകുൽ മൗത്തില്ലദീ വക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. നബിയേ പറഞ്ഞു കൊടുക്ക്. എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ കേൾക്കാറുള്ള സജദ സൂറത്തിൽ പറയാണ്, കുൽ നബിയേ പറഞ്ഞു കൊടുക്ക്, യതവഫാകും മലകുൽ മൗത്തില്ലദീ വക്കില ബികും. നിങ്ങളുടെ ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്ക് നിങ്ങളുടെ റൂഹിനെ പിടിച്ചു കൊണ്ടുപോകുന്നത്, മലക്കുൽ മൗത്ത് വന്ന് കൊണ്ടുപോകുന്നതാണ്. എന്നിട്ട് അല്ലാഹുവിലേക്ക് മടക്കുന്നതാണ് നിങ്ങളെ. സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. പിന്നീട് റബ്ബിലേക്ക് നിങ്ങളെ മടക്കപ്പെടും. ജനിച്ചു വീണപ്പോ കരഞ്ഞുകൊണ്ട് ഈ ദുനിയാവിൽ വന്ന് നമ്മൾ ചുറ്റും കൂടിയ ആളുകളൊക്കെ കരയുന്ന അവസ്ഥക്ക് പകരമായി അവരൊക്കെ ചിരിക്കുകയാണ്. നമ്മൾ ഭൂമിയിൽ ജനിക്കുന്ന സമയത്ത് കുടുംബക്കാരും ബന്ധുക്കളൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഫഅമൽ ലിയൗമി മൗതിക അൻ തകൂന ഇദാ ബകൗ വന്നാസു ഹൗലക. ഒരു ദിവസം വരാണ്ട് നിന്നെ കാണുന്നവരൊക്കെ കരയാൻ പോകുന്ന ദിവസമാണ്. നീ മരിച്ചു കിടക്കുന്ന ആ ദിവസത്തിൽ നിനക്ക് ചിരിച്ചുകൊണ്ട് ഈ ലോകത്തുനിന്ന് പോകാൻ വേണ്ടി നീ അധ്വാനിച്ചോ, ശ്രമിച്ചോ.
യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്, നാളേക്ക് വേണ്ടി എന്ത് ഒരുക്കം ചെയ്തുവെന്ന് ഓരോരുത്തരും ആലോചിക്കണേ. ഈ ലോകം കഴിഞ്ഞു പോകും, അടുത്ത ഒരു ലോകത്തേക്ക് നമ്മൾ മാറുന്നതാണ്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ താമസിച്ചു, അത് കഴിഞ്ഞ് ദുനിയാവിലേക്ക് വന്നു, അത് കഴിഞ്ഞാൽ ഖബറിലേക്ക്, അത് കഴിഞ്ഞാൽ പരലോകത്ത്. 4 വീടുകളിൽ താമസിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. അവസാനം ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ഇതിൽ വിശ്വസിക്കാൻ പ്രയാസമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനൊന്നും ഇല്ലാന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എന്റെ സുഹൃത്തുക്കളെ, ഗർഭപാത്രം വിശ്വസിക്കുന്നു, ദുനിയാവ് വിശ്വസിക്കുന്നു, അത് കഴിഞ്ഞാൽ മണ്ണിലേക്ക് ഇറക്കി വെക്കുന്നു വിശ്വസിക്കുന്നു. രണ്ടാമത് അവസാനം ഈ ലോകത്ത് നിന്ന് ഒന്നുകൂടി നമ്മളെ ജീവിപ്പിക്കുമെന്ന് പറയുമ്പോൾ അത് മാത്രം വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, അല്ലാഹുല്ലദീ ഖലഖക്കും, അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. സുമ്മ റസഖക്കും, അവനാണ് നിങ്ങൾക്ക് റിസ്ക് തന്നത്. സുമ്മ യുമീതുക്കും, പിന്നെ നിങ്ങളെ മരിപ്പിക്കുന്നതും അവനാണ്. അവസാനിച്ചില്ല. സുമ്മ യുഹയ്യിക്കും, പിന്നെ രണ്ടാമതും നിങ്ങളെ ജീവിപ്പിക്കുന്നത് അല്ലാഹയാണ്. അല്ലാഹുക്കൊരു ബുദ്ധിമുട്ടില്ല. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അല്ലാഹുക്ക് അതൊക്കെ വലിയ എളുപ്പമുള്ള കാര്യമാണ്. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, ഒരു വസ്തുവിനോട് ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ മതി, അത് ഉണ്ടാകുന്നതാണ്. അല്ലാഹുവിന്റെ കഴിവാണത്. അവിടെയാണ് വിശ്വാസികൾ ആലോചിക്കേണ്ടത്. ഞാൻ മരിക്കുന്നതിന് മുമ്പ് ചില ഒരുക്കങ്ങൾ ഞാൻ നടത്തിയേ പറ്റൂ. അതിനുവേണ്ടി അല്ലാഹു തആല ചില അവസരങ്ങൾ നമുക്ക് തന്നിരിക്കുകയാണ്. വമ്പിച്ച പ്രതിഫലമായി നിശ്ചയിക്കപ്പെട്ട റമദാൻ വരെയാണ്. ആ റമദാൻ നമ്മുടെ മുമ്പിൽ അങ്ങ് വന്നു കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഉപയോഗിക്കാം, ശരിക്കും ഉപയോഗപ്പെടുത്തുക. വറമദാനു ഇലാ റമദാനി മുകഫിറാത്തുൻ ലിമാ ബൈനഹുന്ന, ഒരു റമദാനിൽ ജീവിക്കാൻ കഴിഞ്ഞ് അടുത്ത റമദാനിലും അത് അനുഭവിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. പാപസുരക്ഷിതനാകാനുള്ള ചാൻസാണ് തന്നിരിക്കുന്നത്. വൽ ജുമഅതു ഇലൽ ജുമഅ, ഒരു ജുമഅ മുതൽ അടുത്ത ജുമഅ വരെ. വൽ ഉംറതു ഇലൽ ഉംറ, ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെ നമുക്ക് പാപങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ, പാപമോചനം തരാൻ അല്ലാഹു തആല ഒരുക്കി വെച്ചിരിക്കുന്ന വല്ലാത്തൊരു ചാൻസാണ് ഇത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതി വൽ അർദ്, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക്, അല്ലാഹുവിന്റെ വിശാലമായ സ്വർഗത്തിലേക്ക് ധൃതിപ്പെട്ട് മുന്നോട്ട് പോകുക. പിന്തിരിയരുത്. ഒരാഴ്ച കഴിയാൻ പോവുകയാണ്. റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ പാടൂർ അങ്ങാടിയിൽ ഇരുന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ. ആദ്യത്തെ 4 ദിവസം, ആദ്യത്തെ 3 തറാവീഹിന് കണ്ട ആളുകൾ ഇപ്പുണ്ടോ? ഇനി കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ ആൾക്കാർ വലിയാൻ തുടങ്ങും. പള്ളിയിൽ ഓരോ സഫുകളുടെ എണ്ണം കുറഞ്ഞു വരും. പിന്നെ അവസാനത്തെ 3 ദിവസം കുറച്ച് ആൾ കൂടി വരും. എൻ്റെ ഇടയിലുള്ള ദിവസം വരെയൊക്കെ എവിടെയാണ്? ഇതൊരു ആവേശത്തിൻ്റെ തിടക്കത്തിൽ, ഒരു ആവേശത്തിന്റെ തുടക്കത്തിൽ 4 ദിവസത്തിന് വേണ്ടി തന്നതല്ല. ഇതിന്റെ അവസാനം വരെ കെട്ടടങ്ങാതെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. എന്തിനാണ് പടച്ചറപ്പ് നമുക്ക് റമദാൻ തന്നിരിക്കുന്നത്? എന്തിനാണ് പടച്ചറപ്പ് നമുക്ക് നോമ്പ് തന്നത്? അതറിയണം ആദ്യം. ഇതെന്തിനാണ്? നമ്മളൊരു പട്ടിണി കിട്ടിയിട്ട് പടച്ചവർക്ക് എന്താ കിട്ടണത്? നമ്മുടെ വീട്ടിൽ ഭക്ഷണമുണ്ട്, ഭാര്യയുണ്ട്, നമുക്ക് ഹലാലായ പലതുണ്ടായിട്ട് ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഒരു കാര്യം? എന്തൊരു കാര്യത്തിൻ്റെയും അത് എന്തിന്, അതിൻ്റെ ലക്ഷ്യം എന്ത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഇത് പ്രവർത്തിക്കുമ്പോൾ ആവേശം. നോമ്പുമായി ബന്ധപ്പെട്ട ആയത്ത് പഠിപ്പിക്കുന്ന സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു തആല പറഞ്ഞു, ലഅല്ലക്കും തത്തഖൂൻ, അവർ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്. തഖ്വയുള്ളവരാകുക, പട്ടിണി കിടന്ന തഖ്വ ഉണ്ടാകുമോ? എന്താ തഖ്വ? തഖ്വ എന്ന് പറഞ്ഞാൽ ഹജിസുൻ അൻ മഹാരിമില്ലാ, അല്ലാഹു തആലയുടെ നിഷിദ്ധമായ കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങളെ തടുക്കുക, പ്രതിരോധിക്കുക എന്ന കഴിവാണ് തഖ്വ. അതെവിടെയാ ഉണ്ടാവുക? അത് ഒരാളുടെ നെഞ്ചകത്താണ്. ഒരാൾക്ക് നോക്കിയാ കാണുന്നോടത്തല്ല. ഒരാളുടെ മനസ്സിനകത്ത് തഖ്വ വന്നാൽ അയാളുടെ താടിരോമങ്ങൾ വളരാൻ തുടങ്ങും.
അയാളുടെ നമസ്കാരത്തിൽ അയാളിൽ ഖുശൂ ഉണ്ടാകും, അയാൾ പള്ളിയിൽ നേരത്തെ എത്തും, അയാൾ വിജ്ഞാന സദസ്സുകളിൽ ഉണ്ടാകും. ആ സഹോദരി തഖ്വ കയറി വന്നാൽ അവളുടെ വേഷവിധാനം നന്നായി ശ്രദ്ധിക്കും. ആ സഹോദരൻ ഒരു ഭർത്താവ് എന്ന നിലക്ക് തന്റെ ഭാര്യയോട് മാന്യമായി പെരുമാറും. തഖ്വയുള്ള ഒരു മനുഷ്യൻ തന്റെ കച്ചവടത്തിലെ ഹലാല് മാത്രം ശ്രദ്ധിക്കും. തഖ്വയുള്ള ഒരു മനുഷ്യന്റെ കൽബിനകത്ത് കയറിയാൽ പലിശ അയാൾ ജീവിതത്തിൽ ഒഴിവാക്കും. കളവ് പറയുന്ന ശീലങ്ങൾ മാറ്റും, തെറി പറയുന്ന സ്വഭാവങ്ങൾ മാറ്റിവെക്കും. ഉമ്മയോട് ഉപ്പയോട് മോശമായി പെരുമാറുന്നതെല്ലാം അയാൾ നിർത്തിവെക്കും. എന്റെ കാരണം തഖ്വ ഹൃദയത്തിൽ കയറിയാൽ. ആരാണ് തഖ്വയുള്ള ആളുകൾ? മുത്തഖീങ്ങൾ ആരാണ്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ. സന്തോഷമുള്ള നല്ല വരുമാനമുള്ള സമയത്തും പണം ചെലവാക്കും. വല്ലറാ, ബിസിനസ് ഷോർട്ടാണ്, ശമ്പളം കുറച്ച് കുറവാണ്, പണിയൊക്കെ ഒന്ന് മോശമായി കിടക്കാണ്, സീസണൊക്കെ പോയി കിടക്കാണ്. അപ്പോഴോ വല്ലറാ, ആ പ്രതിസന്ധികളിലും അയാളുടെ സ്വതക്ക ചെയ്യാൻ മനസ്സുള്ളവനാണ്. വൽകാദിമീനൽ ഗൈർ, ദേഷ്യം നിയന്ത്രിക്കുന്നവരാണ്. നോമ്പോറ്റും ഭാര്യനോട് കഥപളകുണ്ടോ? നമുക്ക് തക്കവ് കിട്ടിയിട്ടില്ല. ഭക്ഷണം കഴിക്കുന്നിടത്ത് നമ്മളൊരു അച്ചടക്കം പാലിക്കണില്ലേ? നമുക്ക് തക്കവ് കിട്ടിയിട്ടില്ല. പള്ളിക്ക് സമയത്ത് പോയി എത്തിപ്പെടാൻ നമുക്ക് ഇപ്പോഴും കഴിയണില്ലേ? നമുക്ക് തക്കവ് കിട്ടിയിട്ടില്ല. 30 ദിവസം കഴിഞ്ഞു പോയാ പട്ടിണി. എത്ര നോമ്പുകാരുണ്ട്, അവർക്ക് വിശപ്പല്ലാതെ മറ്റൊരു നേട്ടവും കിട്ടാതെ പോയവരാണ്. പട്ടിണി കടന്നു, വേറെ ഒരു മാറ്റമില്ല. മൊബൈൽ ഫോണിന് നിയന്ത്രണമല്ല, കണ്ണിന് നിയന്ത്രണമല്ല, ചെവിക്ക് നിയന്ത്രണമല്ല, സംസാരത്തിന് നിയന്ത്രണമല്ല. പിന്നെന്താ? അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, കാദിമീനൽ ഗൈർ വൽ ആഫീന അനിൻ നാസ്. ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവരാണ് തഖ്വയുള്ളവര്. വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമാശീലരായ ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കണം. തഖ്വന്റെ അടയാളങ്ങൾ പലതുമാണ്. നല്ല ക്ഷമയുള്ള, നല്ല സ്വഭാവമുള്ള, നല്ല ഗുണങ്ങളുള്ളവരായി മാറുക എന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിൽ തഖ്വ ഉണ്ടാകാനാണ് ആ പറഞ്ഞ വാക്ക്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, യാ ബനിയ, പൊന്നുമക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, നിങ്ങൾക്ക് അല്ലാഹു മതം തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. തഖ്വ ഉണ്ടാവുക, മുസ്ലിമായി മരിക്കുക. എന്താണ് തഖ്വ കൊണ്ട് ഒരാൾക്ക് നേടാൻ പറ്റുന്ന ഗുണമെന്താ? ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ അല്ലാഹു എല്ലാ പ്രശ്നങ്ങൾക്കും പോംവഴി ഉണ്ടാക്കി തരും. രക്ഷപ്പെടൂലാന്ന്, മാറൂലാന്ന് ഡോക്ടർമാർ പറഞ്ഞ അസുഖം അയാൾ മാറി തിരിച്ചു വരും. അല്ലാഹു പോംവഴി ഉണ്ടാക്കി തരും. എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോ പടച്ചോൻ പരിഹാരങ്ങൾ ഉണ്ടാക്കി തരും. അറിയാത്ത വഴി, ചെങ്കടലിന്റെ മുമ്പിൽ കുടുങ്ങി ബാക്കിൽ നിന്ന് ഫിറഔനും സംഘവും വരികയാണ്. ഒരിക്കലും കടല് പിളരുക എന്നുള്ളത് ഇന്ന് വരെ നടക്കാത്ത സംഭവമാണ്. പക്ഷേ അള്ളാഹുവിൽ തഖ്വ പാലിച്ച് ഞങ്ങളെ അല്ലാഹു രക്ഷിക്കുമെന്ന വിശ്വാസം കയറി വന്നപ്പോൾ സമുദ്രം രണ്ടായി പിളർന്ന് അതിൻ്റെ നടുവിലൂടെ മൂസാ നബിയും സംഘവും രക്ഷപ്പെട്ടിട്ടുണ്ട്. പോം വഴി കിട്ടും. മത്സ്യത്തിന്റെ വായിക്കകത്ത് യൂനുസ് നബി അലൈഹിസ്സലാം കുടുങ്ങിയിട്ടുണ്ട്. ആ മത്സ്യത്തിന്റെ വായിക്കകത്ത് കൂരിരുട്ടിൽ സമുദ്രത്തിന്റെ ഉള്ളിൽ നിന്ന് ആ മത്സ്യം യൂനുസ് നബിനെ പുറന്തള്ളിയിട്ടുണ്ട് ജീവനോടെ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീ കുണ്ടാരത്തിലേക്ക് എറിഞ്ഞിട്ടുണ്ട്. ഒരാളും തീയിൽ വീണ രക്ഷപ്പെടലില്ല. ഖുർആന പറയണത്, കുനൂ ബർദം വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹീമിന് തണുപ്പാകണം തീയെ, ഇബ്രാഹീമിന് സുരക്ഷിതത്വം കൊടുക്കണം തീയെ. അല്ലാഹു സഹായിച്ചതാണ്. ഒരു ശരീരത്തിന് രോമത്തിന് പോലും പോറലേൽക്കാതെ ഇബ്രാഹിം നബി പുറത്തിറങ്ങി വന്നിട്ടുണ്ട്. ഇങ്ങനെ പടച്ചോനിൽ അഭയം പ്രാപിച്ച് തവക്കുലാക്കി തഖ്വ നേടിയെടുത്താൽ നമ്മളറിയാതെ നമ്മുടെ പ്രതിസന്ധികൾ തുറക്കപ്പെടും.
പരിഹാരങ്ങൾ കിട്ടും. 309 കൊല്ലം ഗുഹന്റെ ഉള്ളിൽ കിടന്ന ചരിത്രമാണ് വെള്ളിയാഴ്ച ഓതിയത്. അസ്ഹാബുൽ കഹ്ഫ് 309 കൊല്ലം. മരിച്ചോ? മരിച്ചില്ല. അവരെ ഉറക്കി അങ്ങനെ കിടത്തി. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ. അവർ പ്രാർത്ഥിച്ചു റബ്ബിനോട് പ്രാർത്ഥിച്ചു. നമ്മളെ പ്രതിസന്ധികൾ തീരാൻ ബദരീങ്ങൾ ആരോടാ പ്രാർത്ഥിച്ചത്? റമദാൻ 17 നമ്മുടെ നാട്ടിൽ ഇതുപോലെ ആളുകൾ കൂടിയിട്ട് ചോറിന് വരി നിൽക്കും. 17 അന്ന് നാട്ടിൽ ചോറ് കിട്ടാഞ്ഞിട്ടാണ് വിഷമമെങ്കിൽ അവിടെ ഭക്ഷണം കിട്ടാതെ റമദാൻ 17 ബദരീങ്ങൾ യുദ്ധത്തിനിറങ്ങാണ്. മരുഭൂമിയിലെ മരുക്കാറ്റടിക്കുന്ന കാലത്ത്, ഒരു നോമ്പുകാലത്താണ് ബദർ സംഭവിച്ചത്. അവർ എന്തിനായിരുന്നു ആ പ്രവർത്തനം ചെയ്തത്? ഞങ്ങൾ അല്ലാഹുവോടേ പ്രാർത്ഥിക്കൊള്ളൂ. ലാത്തനെ വിളിക്കൂല, ഉസ്സനെ വിളിക്കൂല, മനാത്തനെ വിളിക്കൂല, ഉബലനെ വിളിക്കൂല, വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ സുജൂദ് ചെയ്യൂല എന്ന് പ്രഖ്യാപിച്ചപ്പോഴാണ് അവിടെ യുദ്ധത്തിന്റെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം വരുന്നത്. ആ യുദ്ധം തുടങ്ങുന്നതിന്റെ മുമ്പ് സങ്കടത്തോടെ നെറ്റിത്തടത്തിലെ വിയർപ്പുകളുമായി അങ്ങേയറ്റത്തെ കണ്ണീരുമായി ബദറിന്റെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് ആരോടാ? അല്ലാഹുവോട്. ബദറിൽ പങ്കെടുത്തവർ ആരോടാ സഹായം ചോദിച്ചത്? അവരെ തഖ്വ നോക്ക് നിങ്ങൾ. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗാസ ചോദിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഫസ്തജാബ ലക്കും, നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. ആയിരക്കണക്കിന് മലക്കുകൾ ഇറങ്ങിയിട്ട് നിങ്ങളെ സഹായിച്ചിരിക്കുന്നു. അത്ഭുതമാണ്. നടക്കാത്തത് നടക്കുമെന്ന് പറഞ്ഞ അതാ ഞാൻ പറഞ്ഞത്. ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ലാത്ത യുദ്ധങ്ങൾ ജയിച്ചിറക്കും. 3000 ആളുകളും 900 സംതിങ് ആളുകളും പങ്കെടുത്ത ഉഹദ് യുദ്ധത്തിൽ അവസാനം വിജയിച്ചത് ആരുടെ പക്ഷത്തായിരുന്നു? പിന്നെ ഓരോന്നെടുത്ത് വായിച്ചോ. അല്ലാഹു തഖ്വയുള്ളവരുടെ കൂടെയാണ്. പടച്ചോ അവന്റെ കൂടെ ഉണ്ടാകും. അല്ലാഹുവിന്റെ റഹ്മത്ത് കൂടെ ഉണ്ടാകും. സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്നത് ആരാണ്? ഇന്നലിൽ മുത്തഖീന മഫാസ, മുത്തഖീങ്ങൾക്കാണ് വിജയമുള്ളത്. എത്ര ആയത്ത് പറയണം, എത്ര ആയത്തിലാണ് പഠിപ്പിക്കുന്നത്? നോമ്പ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത് സകല ഹറാമുകളും ഒഴിവാക്കിയിട്ട് തഖ്വ ഉണ്ടാക്കിയെടുക്കുക. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ലഹരിയുടെ ഏതെങ്കിലും അംശം ജീവിതത്തിൽ കൊണ്ടു നടന്ന ശീലങ്ങൾ ചെറുപ്പക്കാരുടെ സദസ്സിൽ മാഷാ അല്ലാഹ് ഒരുപാട് സഹോദരിമാരുണ്ട്. ഈ നിറഞ്ഞ സദസ്സിൻ്റെ ഇടയിൽ ഞാൻ പറയാണ്, ലഹരിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ശർറ് നമ്മുടെ കയ്യിലുണ്ടോ അത് മാറ്റാനുള്ള 30 ദിവസത്തെ ട്രെയിനിങ്ങാണ്. നമുക്ക് നിയ്യത്ത് വെച്ച് പ്രാർത്ഥിച്ച് ഈ തഖ്വയുടെ കൂടെ സഞ്ചരിച്ചാൽ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുന്ന ചാൻസാണ്. കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരിയും ഹറാമാണ്. മദ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഖുർആൻ പറഞ്ഞല്ലോ, റിജ്സും മിൻ അമലി ശൈത്താൻ, അതൊരു പൈശാചിക പ്രവർത്തനം, മ്ലേച്ഛതയാണ്. ഫജ്തനിബൂ, നിങ്ങളത് ഉപേക്ഷിക്കണം. മദ്യത്തിന്റെ ബാറുകളുടെ സമയം നീട്ടിക്കൊടുക്കുകയാണ്. പുതിയ ബാറുകൾക്ക് പെർമിഷൻ കിട്ടുകയാണ്. നല്ല സുഖമായി നടക്കുകയാണ്. കേരളം വ്യാപകമായ മദ്യത്തിൻ്റെ ദുരന്തങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലഹരിക്കെതിരെ ഒരു ഭാഗത്ത് സമരം നടന്നുകൊണ്ടിരിക്കുക, മറുഭാഗത്ത് മദ്യശാലകൾ തുറന്നിട്ട് കൊടുക്കുകയാണ്. ഒരു കാര്യം നമ്മളൊന്ന് ചിന്തിച്ചോളൂ, ഒരു മുസ്ലിമിനെ ഇത് പറ്റൂല. സിഗരറ്റ് വലിക്കുന്ന സ്വഭാവമുണ്ടോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ മനസ്സിലാക്കണം, അത് കേവലം ഒരു പുകയല്ല, നിക്കോട്ടിൻ അടങ്ങിയ രാസവസ്തു അടങ്ങിയ സിഗരറ്റാണ്. ഒരു പാക്കറ്റ് നീ വലിക്കുമ്പോൾ ചുരുങ്ങിയത് 50 രൂപയോ 100 രൂപയോ ആണെങ്കിൽ 10 പാക്കറ്റ് വലിക്കുമ്പോൾ നിന്റെ സംഖ്യ എത്രയാണ്? 1000 രൂപയാണ് പോകുന്നത്. ഒരു മാസം 30 പാക്കറ്റ് വലിച്ചാൽ 3000 രൂപയുടെ സംഖ്യയാണ് നീ വലിച്ചു തീർക്കുന്നത്. വീട്ടിലുള്ള കുട്ടികൾക്ക് വരെ നീ രോഗം കൊടുക്കുകയാണ്. കാലക്രമേണ ശ്വാസം മുട്ടുകയാണ്, ശ്വാസകോശം നശിക്കുകയാണ്, നിന്റെ ശരീരത്തിൽ ക്യാൻസറിനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ്. എന്നിട്ടും പറയാണ് എന്താ കുഴപ്പം? അത് വിൽക്കുന്ന കച്ചവടക്കാരുണ്ടോ? നിങ്ങളുടെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുന്നത് ഹലാലാകൂല. നമ്മളെ മാപ്പിളാരെ കടയിൽ മൊത്തം ഈ സാധനം കൊണ്ടുവച്ചിക്കുക. എന്താ നല്ല ലാഭമാണ്, ചെലവാകാതെ പോകില്ലല്ലോ, എക്സ്പയറി ഡേറ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ, എന്നും ചെലവല്ലേ. എന്നിട്ട് പറയുന്നത് ഹിന്ദിക്കാർക്ക് വേണ്ടി വെച്ചതാണ്, അത് മറ്റേ സംസ്ഥാന ഓൽക്കൊന്നല്ല, അത് ചെലവാകണം. നിസ്കാരം കഴിഞ്ഞിട്ട് മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഇരുന്ന് വലിച്ചു തീർക്കണ വാപ്പാരും ഭർത്താക്കന്മാരും മക്കളൊക്കെ ശ്രദ്ധിച്ചോളിയും.
ഇത് വ്യാപകമായിരിക്കും. അത് വിൽക്കാൻ നമ്മളെ കടയിൽ കൊടുക്കുന്നുണ്ടോ അത് നമുക്ക് ഹറാമായ സംഖ്യയാണ് വീട്ടിൽ പോണത്. അത് മാത്രമല്ല, അയാൾ ക്യാൻസർ പരത്തുന്ന കച്ചവടക്കാരനാണ്. നമ്മൾ ക്യാൻസറിന് വലിയ വലിയ ചികിത്സ കണ്ടെത്തുക. ആദ്യം ചെയ്യേണ്ട പണി ഇതിനുള്ള സാധ്യതകളെ ബ്ലോക്ക് ചെയ്യുക. നോമ്പ് നോറ്റിട്ട് നമ്മൾ ശീലമാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ശീലമാണ് എല്ലാ തിന്മകളിൽ നിന്ന് ഒഴിവാക്കുക. വ്യഭിചാരത്തിന്റെ ഏതെങ്കിലും ഒരു ശീലം നമ്മിലുണ്ടോ? കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, ചെവി കൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ മൊബൈൽ കൊണ്ട്, മറ്റേതെങ്കിലും നിലക്ക് ഏതെങ്കിലും കല്യാണം കഴിഞ്ഞവരും കഴിയാത്തവരും സമമാണ്. വ്യഭിചാരത്തിലേക്ക് അടുത്താൽ വലാ തഖറബുസ് സിനാ, വ്യഭിചാരത്തിലേക്ക് സമീപിക്കല്ലേ. ഇന്നഹു കാന ഫാഹിശതൻ വസാ സബീലാ, മോശപ്പെട്ട പരിപാടിയാണ്. എത്ര കുടുംബം തകർത്തു, എത്ര ബന്ധങ്ങൾ പൊളിഞ്ഞു, എത്ര വാപ്പമാര് കണ്ണീര് കുടിച്ചു. ഒന്ന് ചിന്തിച്ചോളൂ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ. ഇന്ന് വ്യഭിചാരത്തെ പോലെ മാരകമായി മാറുകയാണ് സ്വവർഗരതി. ആണിനെ പിടിക്കുക, പെണ്ണ് പെണ്ണിന്റെ കൂടെ ജീവിക്കുക. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഖൗമിൽ 4 ശിക്ഷയാണ് കൊടുത്തത് അല്ലേ? ആരൊക്കെയാ? മദ്രസാധ്യാപകൻ പിടിയിൽ, സ്കൂൾ ടീച്ചർ പിടിയിൽ, പ്രിൻസിപ്പൽ പിടിയിൽ. ഇങ്ങനെ എത്ര ആൾക്കാരുടെ പേരിങ്ങനെ വായിക്കണം. ഇനി എവിടെയാണ് നമ്മുടെ കുട്ടികളെ കൊണ്ടേയാക്കുക? ഏത് സ്ഥലത്താണ് അവർ സുരക്ഷിതരാവുക? പൊടിമീശ മുളക്കാത്ത കുട്ടികളെ, സാധാരണ സൗന്ദര്യമുള്ള പെൺകുട്ടികളെ ശ്രദ്ധിക്കണ പോലെ ശ്രദ്ധിക്കണം എന്നാണ് ഉലമാക്കന്മാർ ജാഗ്രത പറയാറുള്ളത്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഖൗമിലോട് ഈ വിശദീകരണം ലൂത്ത് നബി അലൈഹിസ്സലാം ചോദിക്കുന്നത്, നിങ്ങളെന്താ സ്ത്രീകളെ ഒഴിവാക്കിയിട്ട് പുരുഷന്മാരുടെ അടുത്തേക്ക് ചെല്ലുകയാണോ? ഇതെന്തൊരു മോശമാണ്. അലൈസ ഫീകും റജുലുൻ റശീദ്, നിങ്ങളുടെ കൂട്ടത്തിൽ വിവേകതയുള്ള, പക്വതയുള്ള ഒരു മനുഷ്യനും ഇല്ലേ എന്നവരോട് ചോദിക്കുകയാണ്. ചോദ്യം ആവർത്തിക്കണം. പലിശ, മോശപ്പെട്ട സാമ്പത്തികമായ മേഖല കൊണ്ട് ആരെങ്കിലും ജീവിക്കുന്നുണ്ടോ? നോമ്പ് കൊണ്ട് അയാൾ മാറ്റാൻ കഴിയണം. നല്ല വരുമാനം ഉണ്ടോ? പലിശ, നിരവധി അനവധി EMI-കൾ. 10,000 ഉറുപ്പിന്റെ മൊബൈൽ മേടിക്കാൻ വരെ EMI. വീട്ടിലെ ഫർണിച്ചർ പലിശയിൽ. ബാങ്കുകാർ വീട്ടിൽ ഇങ്ങോട്ട് വരികയാണ്, നിങ്ങൾക്ക് വേണോ വെച്ച് വരികയാണ്. കിട്ടാൻ കാത്തുക്കല്ലേ. സാമ്പത്തികമായി ചൂഷണം ചെയ്യപ്പെട്ട് ഏതൊക്കെ മേഖലയാണിന്ന്? തട്ടിപ്പ് എത്രയാണ്? ബിസിനസിന്റെ പേരിൽ പറഞ്ഞു നടക്കുന്നല്ലേ? ദീനിന്റെ ആൾക്കാരാന്ന് പറയുന്നവർ വരെ വമ്പൻ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ദീനുള്ളവരെയാണ് നന്നായി പറ്റിക്കണം. നമ്മളെ നിസ്കാരം, നമ്മളെ പള്ളി പോക്കും കണ്ടിട്ട് നമ്മളിത് പൈസ ഏൽപ്പിക്കും ആൾക്കാർ. എന്നിട്ട് നമ്മൾ പറ്റിക്കുക, കടം മേടിക്കുക, കൊടുക്കണില്ല, കാണുമ്പോൾ മുങ്ങി നടക്കുക, വിളിച്ചാൽ ഫോൺ എടുക്കാതിരിക്കുക. എത്ര ഉടായ്പകളാണ് നമ്മുടെ നാട്ടിൽ പണം പേടിച്ച് നടക്കുന്നത്. അള്ളാന്റെ റസൂല് ചോദിക്കുന്നുണ്ട്, അല്ല മനുഷ്യ, നീ എന്തിനാണ് യാ റബ്ബി യാ റബ്ബ്, റബ്ബേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? വമത്അമുഹു ഹറാം വമൽബസുഹു ഹറാം വമസ്കനുഹു ഹറാം. തിന്നണത് ഹറാം, ധരിച്ചത് ഹറാം, വീട് ഹറാമില്. ഹലാലല്ലാത്ത സമ്പാദ്യം കൊണ്ട് പടച്ചോനെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല. ആ പ്രാർത്ഥനകൾ മേലേക്ക് ഉയരൂല. ചെക്ക് ചെയ്തോളി, നമ്മളെ മോളെ കല്യാണത്തിന് എവിടുന്ന പൈസ എടുത്തത്? നമ്മളെ വീടിന്റെ പണി തീർക്കാൻ വേണ്ടി എവിടുന്ന പൈസ എടുത്തത്? തൃശ്ശൂർ ജില്ലയിലൊക്കെ നല്ല കിട്ടുന്നുണ്ടല്ലോ. പൈസ എവിടുന്നെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പാടില്ലാത്തത്. കച്ചവടം ഹലാലാണ്, പലിശ ഹറാമാണ്. ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ നടക്കണ്ട. പലിശ വരുന്നുണ്ടോ? അത് പറ്റൂല. ഏതെങ്കിലും ദുസ്വഭാവങ്ങളും ദുശീലങ്ങളും നമ്മുടെ കയ്യിലുണ്ടോ? മാറ്റാനുള്ള മാസമാണ് റമദാൻ, മാറ്റങ്ങളുടെ മാസമാണ്. എങ്ങനെയാ മാറ്റേണ്ടത്? നമ്മുടെ ദുശീലങ്ങളെല്ലാം തിരുത്താൻ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത് വതർക്കിൽ മുൻകറാത്ത്. നബി പ്രാർത്ഥിക്കുകയാണ്, നല്ല കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കണേ, തിന്മകളൊക്കെ ഒഴിവാക്കാൻ സഹായിക്കണേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. തഖ്വ തരണേ, സന്മാർഗം തരണേ, പരിശുദ്ധി തരണേ, ഐശ്വര്യം തരണേ പടച്ചോനെ. മോശപ്പെട്ട ഒന്നും എനിക്ക് തരല്ലേ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം, മനസ്സ് ശുദ്ധമാക്കണം, പാപക്കറകളില്ലാതെ ഖൽബിനെ മലീമസമാക്കുന്ന എല്ലാ മാലിന്യങ്ങളും ഒഴിവാക്കണം. ഒരു ബക്കറ്റ് നല്ല വെള്ളമുണ്ട് വീട്ടിൽ,
പക്ഷേ അതിൻ്റെ തൊട്ടപ്പുറത്ത് ആകെ മലിനമായ കലങ്ങിയ ചളിവെള്ളം കിടക്കുന്നുണ്ട്. ആ വെള്ളം എടുത്ത് ഒഴിവാക്കാതെ ഈ നല്ല വെള്ളം എടുത്ത് ആ ബക്കറ്റിലേക്ക് ഒഴിച്ചാൽ എന്താണ് സംഭവിക്കുക? വെള്ളം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും, ചളി ഒട്ടും മാറൂല. നമ്മൾ ഒരുപാട് ഖുർആൻ ഓതുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, ഇഫ്താറുകളുണ്ട്, നല്ല നല്ല കാര്യമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരുപാട് ചളികൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അളിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ നന്മകൾ വെറുതെ പോവാണ്, ക്ലീൻ ആവില്ല. മനസ്സ് ക്ലീൻ ആവണം. മനസ്സ് ക്ലീൻ ആക്കിയെങ്കിൽ റമദാനിൽ മാറ്റം ഉണ്ടാവുള്ളൂ. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. മനസ്സിനെ തഖ്വയോടെ ശുദ്ധീകരിച്ചാൽ അവൻ വിജയിച്ചിരിക്കുന്നു. അതിനെ ആരെങ്കിലും മലിനമാക്കിയാൽ അവൻ പരാജിതനാണ്. പരലോകത്ത് രക്ഷപ്പെടണോ? കൽബ് അടിപൊളിയാവണം. നമ്മൾ ഡ്രസ്സൊക്കെ ശ്രദ്ധിക്കും, മുഖത്ര ശ്രദ്ധിക്കും, നമ്മളെ വീട് വാഹനമൊക്കെ എത്ര അടിപൊളിയാക്കും നമ്മൾ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. ഒരു പരലോകം വരാണ്ട്. മക്കളോ സമ്പത്തോ നിങ്ങളുടെ കോടികൾ നിങ്ങൾക്ക് ഉപകരിക്കാത്തൊരു ദിവസം. ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. സുരക്ഷിതമായ കൽബുമായി അവിടെ എത്തിയാലല്ലാതെ ജയിക്കൂല. കൽബിലെ പക, കൽബിലെ വിദ്വേഷം, നിഫാഖ്, അസൂയ, വെറുപ്പ് ക്ലീൻ ആക്കണം. അതിന് ഈ മാസം അല്ലാതെ ഏത് മാസം നമുക്കുള്ളത്? നമ്മുടെ സ്വഭാവം ഏറ്റവും മികച്ച സ്വഭാവമാകണം. ഇല്ലെങ്കിൽ നമ്മുടെ പള്ളിയിൽ ആൾ വരൂല, കുടുംബത്തേക്ക് ആൾ വരൂല, നമ്മൾ വിളിച്ച പരിപാടിക്ക് മനുഷ്യന്മാർ വരൂല. എന്താ കാരണം? നമ്മൾ മോശം സ്വഭാവമുണ്ടോ? അയാളുണ്ടോ? ഞാനല്ല. ഇയാളുണ്ടോ? ഞാൻ അങ്ങോട്ടില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പറ്റി ഖുർആനിൽ പറയുന്നുണ്ട്. നബി തങ്ങൾ മക്കയിൽ പ്രബോധനം ആരംഭിച്ചു. മദീനയിൽ അവസാന കാലത്ത് ഹജ്ജിന് വരികയാണ് ലക്ഷക്കണക്കിന് ആളുകളാണ്. ആരുമില്ലാത്ത മക്കയിൽ നിന്ന് മദീനയെത്തി 23 കൊല്ലത്തിനിടക്ക് ലക്ഷക്കണക്കിന് ആളുകൾ നബി തങ്ങളിലേക്ക് ആകൃഷ്ടനാവാൻ പണം കൊടുത്തോ, ലഹരി കൊടുത്തോ, ആർക്കെങ്കിലും പെണ്ണ് കൊടുത്തോ, അധികാരം കൊടുത്തോ, എന്തു കൊടുത്തിട്ടാണ് മയക്കിയത്? വലൗ കുന്ത ഫളൻ ഗലീദൽ ഖൽബി ലം ഫളൂ മിൻ ഹൗലിക്. നബിയേ, നിങ്ങൾ ഒരു പരുഷ സ്വഭാവിയും കഠിന ഹൃദയനായി പെരുമാറുന്ന വ്യക്തിയുമായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ചുറ്റുനിന്ന് ആളുകൾ ഒഴിഞ്ഞൊഴിഞ്ഞു പോകുമായിരുന്നു. നമ്മളെ കുട്ടികളെ നമ്മളത്തേക്ക് വരൂല, നമ്മളെ ഭാര്യ നമ്മളത്തേക്ക് അടുക്കൂല. നമ്മൾ കഠിന സ്വഭാവക്കാരനാണെങ്കിൽ, പരുഷ സ്വഭാവിയാണെങ്കിൽ, മക്കളോട് പെരുമാറുമ്പോൾ പോലീസുകാരെ പോലെ പെരുമാറരുതെന്ന് ഞങ്ങൾ പറയാം. പോലീസുകാർ പെരുമാറുന്ന വെച്ചാൽ വെറും ചോദ്യം ചെയ്യണ മാത്രം പരിപാടി ഉണ്ടാവരുത്. നല്ല സോഫ്റ്റ് ആയിരിക്കണം. പുതിയ തലമുറയിലെ മക്കളെ പ്രത്യേകിച്ച് നമ്മളെ പഴയ ചൂലും വടിയും കൈക്കലൊക്കെ അടിക്കണ പരിപാടി കണ്ട് ഇത് പണ്ട് കഴിഞ്ഞ് പറ്റൂല. ഇത് പുതിയ ടീമാണ്, പുതിയ ജനറേഷനാണ്. ടെക്നോളജിൻ്റെ കാലത്ത് ജനിച്ച് മുലപ്പാൽ കുടിക്കുന്നത് മൊബൈലിൻ്റെ കൂടെയാണ്. എന്നിട്ട് ഓല് മൊബൈൽ തൂങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞ് പരാജയം കണ്ട് കാര്യമല്ല. അങ്ങനത്തെ ഒരു അതിൻ്റെ ഇടയിൽ നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു അച്ചടക്കമാണ് ഈ വേണ്ടത്. ആ മക്കളെ സ്നേഹിക്കണം, ആ മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം, ആവശ്യത്തിന് അംഗീകാരം കൊടുക്കണം, നന്നായി പ്രശംസിക്കണം, തൊട്ട് സംസാരിക്കണം, അവരുടെ പ്രശ്നങ്ങൾ കൂടെ നിൽക്കാൻ കഴിയണം. ഏത് പ്രതിസന്ധി വന്നാലും എൻ്റെ വാപ്പയും ഉമ്മയും എൻ്റെ കൂടെയുണ്ടാകുമെന്ന പ്രതീക്ഷ കൊടുക്കാൻ കഴിയണം. റമദാൻ കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാക്കാൻ കഴിയണം. ഒരുമിച്ച് ഇഫ്താർ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് പള്ളി കൊണ്ടുപോവുക, അതിനൊക്കെ പറ്റിയ ചാൻസാണ്. മക്കളോട് അടുക്കാൻ, ഭാര്യനോട് നല്ല ശ്രദ്ധിക്കാൻ, വീട്ടിലെ കാര്യങ്ങളിലൊക്കെ ഒന്നുകൂടി സമയം കണ്ടെത്താൻ പറ്റുന്ന നല്ലൊരു അന്തരീക്ഷമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖു അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തുനിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കണേ. എന്താ ചെയ്യുക? കുടുംബത്തിൽ നിന്മകളുണ്ടെങ്കിൽ അവരെ തടുക്കുക. മോള് മേക്കപ്പ് ഇട്ട് അരപ്പാൻ്റ് ഇട്ട് കീറി നടക്കണുണ്ടെങ്കിൽ തടയേണ്ട ആള് ഏതെങ്കിലും പണ്ഡിതം വന്നിട്ട് ഉപദേശിക്കാൻ നിൽക്കണ്ട. വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും പണിയാണ്. നായ കടിച്ച പോലെ നമ്മുടെ ചെക്കൻ്റെ പാൻറ് ഇങ്ങനെ കീറി നടക്കുന്നുണ്ട്, കടന്നൽ കൂട് പോലത്തെ മുടി വെച്ച് നടക്കുന്നുണ്ട്. പള്ളിക്കാണെങ്കിൽ പോണില്ല, നേരത്തെ വന്ന് കിടന്നുറങ്ങണില്ല, ഫുൾ ടൈമായി മോളുകൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്? പതുക്കോനെ സോപ്പിടണം. ശത്രുവിനെ പോലെ പെരുമാറരുത്, സുഹൃത്തിനെ പോലെ കുട്ടിനോട് പെരുമാറണം. നമുക്ക് ആദ്യം അടിയാണ്, പിന്നെ വർത്താനം. നമ്മൾ
അതിന്മേൽ ഈ പ്രശ്നമൊക്കെ ഉണ്ടാവില്ലേ? എത്ര സംഭവങ്ങളെന്നറിയോ? ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 2024 കണക്ക് പ്രകാരം 17,779 ആത്മഹത്യകൾ കേരളത്തിൽ നടന്നു. 2024 കേരളത്തിന് അവാർഡ് കിട്ടിയില്ലേ? എന്തിനാണ് അവാർഡ്? ഏറ്റവും കൂടുതൽ ആത്മഹത്യ. അവാർഡ് ഉദ്ദേശിച്ചത് 1ാം സ്ഥാനത്ത് എത്തിയെന്നേ ഉദ്ദേശിച്ചു. അതിന് പുരസ്കാരം ഒന്നും കൊടുക്കലില്ലല്ലോ. സുഹൃത്തുക്കളെ, അതിൽ കണക്ക് പറയുന്നുണ്ട്, ഇത്രയും ആത്മഹത്യ സമ്പന്നരായ തൃശ്ശൂർ ജില്ലയിൽ, വിദ്യാസമ്പന്നരായ എറണാകുളം ജില്ലയിൽ, തലസ്ഥാന നഗരി തിരുവനന്തപുരത്ത് ഇത്രയേറെ ആത്മഹത്യകൾ പെരുകാനുള്ള കാരണം എന്താന്ന് പറയുന്നുണ്ട്. ഒന്ന്, കുടുംബ പ്രശ്നമാണ്. ഫസ്റ്റത്തെ കാരണം നമുക്കില്ലേ? നമുക്കെല്ലാവർക്കും ഉണ്ടല്ലോ. രണ്ടാമത്തെ പ്രശ്നം തൊഴിലില്ലായ്മയും സാമ്പത്തിക പ്രതിസന്ധിയുമാണ്. പഠിച്ചിറങ്ങിയിട്ട് ജോലി ഇട്ടിട്ടില്ല. മൂന്നാമത്തെ പ്രശ്നം ലഹരിയും വിഷാദ രോഗങ്ങളുമാണ്. അതിനേക്കാൾ അത്ഭുതം എന്തറിയോ? ഈ ആത്മഹത്യകളിൽ ഏറ്റവും കൂടുതൽ 18 വയസ്സിൻ്റെയും 45 വയസ്സിൻ്റെയും ഇടയിലുള്ള ആൾക്കാരാണ്, ചെറുപ്പക്കാരാണ്. ഇതിൽ 10 പേരിൽ 8 പേര് പുരുഷന്മാരാണ്. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ അവസരം നന്നായി ഉപയോഗിക്കുക. ഇവിടെയാണ് റമദാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് നോമ്പ് നോൽക്കാൻ റമദാൻ തന്നെ തീരുമാനമെടുത്തത്? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ. ബറാഅത്ത് രാവിലല്ല, മിഅ്റാജ് രാവിലല്ല. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിരിക്കുന്നത് ഒരു അനുഗ്രഹീത രാവിലാണ്. ആ രാവേതാണ്? ലൈലത്തുൽ ഖദറാണ്. ഖൈറും മിനൽ അൽഫി ശഹർ. 1000 മാസത്തേക്കാൾ ഉത്തമമായ രാത്രിയാണത്. 1000 മാസം എന്ന് പറഞ്ഞാൽ 83 കൊല്ലം. നമുക്ക് ആയുസ് ഉണ്ടാകുമോ 83 കൊല്ലം ജീവിക്കാൻ? എന്നാൽ ലൈലത്തുൽ ഖദറിന്റെ ഒരു രാത്രി നമുക്ക് ഹയാത്താക്കാൻ കഴിഞ്ഞാൽ 1000 മാസത്തേക്കാൾ പുണ്യങ്ങൾ വാരിക്കൂട്ടാനുള്ള അപൂർവ ചാൻസ് ആണ് വരാൻ പോണത്. നഷ്ടമാകരുത്, അവസാനത്തേക്ക് വെക്കരുത്. എല്ലാ നേരത്തെ തിരക്കുകളൊക്കെ മാറ്റിവെച്ചോ, എല്ലാ പരിപാടികളും വേഗം തീർത്തു വെച്ചോ. അവസാനത്തെ 10 ഇബാദത്തിന് വേണ്ടി കൊടുക്കാൻ ശ്രമിച്ചോ. അത് ഷോപ്പിങ്ങിലും വേറെല്ലാം ശൈത്താൻ നമ്മളെ കൊണ്ടുപോയിടും. ഒരു വഴി കൊടുക്കരുത്. റമദാൻ 27-ന്റെ അന്ന് ഇവിടെ നാട്ടിൽ കൂടെ പല ഭാഗത്തും സ്വലാത്ത് നഗറുണ്ട്, ദിക്ർ ഹൽക്കുണ്ട്, തൗബ മജ്ലിസ് ഉണ്ട് പറഞ്ഞ് അങ്ങാടിക്ക് വിളിക്കും. ഓരോട് പറയും, ഞാൻ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ച് പള്ളിയിലാണെന്ന് പറഞ്ഞത്. ലൈലത്തുൽ ഖദർ നബിയും സഹാബത്തും അവിടുന്ന് അവസാനത്തെ 10ഉം അവസാനത്തെ 20ഉം പോയി ഇരുന്നത് മരുഭൂമിയിലല്ല, അവിടുത്തെ പള്ളിയിലായിരുന്നു ഇഅ്തികാഫ്. എല്ലായിടത്തും ഉണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ ഈമാനെ നമ്മൾ സംരക്ഷിക്കണം. എന്തുകൊണ്ടാണ് റമദാനിനെ ഇത്ര പോരിശയാക്കിയത്? അള്ളാന്റെ ഖുർആൻ അവതീർണമായ മാസമാണ്. ഖുർആനുമായി നമുക്ക് നല്ല ബന്ധമുണ്ടാകണം. സഹോദരങ്ങളെ, ഈ ഒരു പ്രോഗ്രാം വളരെ മനോഹരമായി ഇവിടെ സംഘടിപ്പിച്ച് അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് അതിൻ്റെ ഒരു വിജയത്തിന് നമ്മളെല്ലാവരും നമ്മുടെ ഒരു സ്വതക്ക നൽകി, ഇവിടുത്തെ യാതൊരു എക്സ്പെൻസും ബാക്കിയാവാത്ത രൂപത്തിൽ നമ്മളെല്ലാവരും കൂടി ഒന്ന് സഹകരിച്ചാൽ, ഒരു ചെറിയ സംഖ്യ അങ്ങ് സ്വതക്ക കൊടുത്ത് വിട്ടാൽ ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ എല്ലാ എക്സ്പെൻസുകളും ഇതുപോലെ മനോഹരമായി നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും. അല്ലാഹു ആ ഒരു സംരംഭത്തെ വിജയിപ്പിക്കുമാറാകട്ടെ. അതിൽ സംഭാവനകൾ നൽകുന്നവർക്കൊക്കെ വലിയ ഹൈറും ബർക്കത്തും കൊടുക്കുന്നതിൻ്റെ ഇരട്ടിയും പടച്ചറബ് നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പടച്ചറബിൻ്റെ മാർഗത്തിൽ നമ്മുടെ ഏതേത് മേഖലയിലും ഉണ്ടാകുന്ന നന്മകളിലേക്ക് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോറി സഹോദരങ്ങൾ, നമ്മുടെ പ്രോഗ്രാം ഫണ്ട് കളക്ട് ചെയ്യുന്നത് ഈ പ്രോഗ്രാമിന് വേണ്ടിയല്ല, നമ്മുടെ പള്ളിയുടെ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഒരു വലിയ പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. പള്ളികൾക്ക് വരുമാനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പാടൂരത്തെ നമ്മുടെ പള്ളിയുടെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നടക്കുന്ന ഒരു കളക്ഷനാണ് നടക്കുന്നത്. പള്ളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വരുമാനത്തിന് വേണ്ടി ഏകദേശം 70,000 രൂപ ഒരു മാസം ചെലവുണ്ട്. അപ്പോൾ അതിന് ഒരു നല്ല ഒരു പ്രൊജക്റ്റ് അവിടെ വർക്ക് പണി നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് പരിപാടിക്ക് വന്നവരും ഇനി ഭാവിയിൽ സഹായിക്കാൻ പറ്റുന്നവരൊക്കെ
ആ പ്രൊജക്റ്റിലേക്ക് സംഖ്യകൾ കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലൊരു നിയ്യത്ത് വെച്ച് ഘട്ടം ഘട്ടമായി നല്ലൊരു വിഹിതം കൊടുത്താൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം തുടർച്ചയായി കൊല്ലങ്ങളോളം നമ്മുടെ പള്ളിക്ക് വരുമാനമായി മാറിക്കിട്ടും. നമ്മൾ നാളെ മരിച്ചാലും അവിടെ സുജൂദ് ചെയ്യുന്നതിൻ്റെ ഒക്കെ കൂലി നമ്മുടെ ഖബറിലേക്ക് സ്വതക്കത്തുൻ ജാരിയയായി വരുന്ന ഒരു മഹത്തരമായ നന്മയാണെന്ന് ആരും പ്രത്യേകം വസിയത്ത് ഉപദേശം ആവശ്യമില്ലാത്ത അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പള്ളിയിലേക്ക് ആ ഒരു സംഭാവനയെ നിയ്യത്ത് വെച്ചുകൊണ്ട് നമ്മൾ നൽകുക. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, മാറ്റം തുടങ്ങേണ്ടത് വിശുദ്ധ റമദാനിൻ്റെ ഒരു നല്ല അവസരത്തിന് മുമ്പിൽ ഖുർആനിലേക്കുള്ള മാറ്റം. വിശുദ്ധ ഖുർആനുമായി നമുക്കുണ്ടാവേണ്ട ബന്ധം എന്താണ്? നല്ല പാരായണത്തിന് നമ്മൾ സമയം കണ്ടെത്തണം. ഒരു നമസ്കാരത്തിന് മുമ്പ്, ഒരു നമസ്കാരത്തിന്റെ ശേഷം 2 പേജ് വെച്ച് ഓതാൻ കഴിഞ്ഞാൽ നമുക്ക് 1 മാസം കൊണ്ട് ഒരു ഖത്മ ചെയ്യാൻ പറ്റും. ഒരു നിസ്കാരത്തിന്റെ മുമ്പ്, ഒരു നിസ്കാരത്തിന്റെ ശേഷം 4 പേജ് ഓതാൻ കഴിഞ്ഞാൽ 2 ഖത്മ തീർക്കാൻ പറ്റും. 1 മാസത്തെ കാര്യം പറയുന്നത്. ഏതായാലും നിസ്കരിക്കാൻ പോകുമല്ലോ, അപ്പോൾ ഒരു 2 പേജ് അല്ലെങ്കിൽ 4, 6 പേജ് കഴിയുമെങ്കിൽ 3 ഖത്മ തീർക്കാൻ പറ്റും. ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഞങ്ങൾക്ക് റമദാൻ മാസം വന്നാൽ ഷഹ്റുൻ ലിൽ ഖിറാഅത്തി, ഖുർആൻ ഓതുന്ന മാസമായിരുന്നു. വശഹ്റു ഇത്ആമുൽ മിസ്കീൻ, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന മാസമായിരുന്നു ഞങ്ങൾക്ക് റമദാൻ വന്നാൽ. ഇമാം ഖതാദ റഹിമഹുല്ലാഹ് സാധാരണ അദ്ദേഹത്തിന്റെ പാരായണം 7 ദിവസം കൊണ്ട് ഖത്മ ചെയ്യും. റമദാൻ വന്നാൽ 3 ദിവസം കൊണ്ട് ഖത്മ ചെയ്യും. ലൈലത്തുൽ ഖദറിന്റെ സമയമായാൽ ഒറ്റ രാത്രി കൊണ്ട് ഇരുന്ന് മുഴുവനായി ഖത്മ ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. ഇനി നമ്മൾ ചിന്തിച്ചു നോക്കി, നമുക്ക് എന്ത് മാറ്റാണ്? നമ്മൾ എത്ര പേജ് ഓതിയത്? നമ്മൾ എത്ര ജുസായിട്ടുണ്ട്? ഈ സദസ്സിലിരിക്കുന്ന ഇനിയും തുടങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മുടെ മൊബൈലിൽ ഇഷ്ടംപോലെ ഖുർആൻ ഓതാനുള്ള ആപ്പുകളുണ്ട്. ഏതായാലും ഫോൺ കൊണ്ടാണ് നമ്മൾ എല്ലായിടത്തും നടക്കുന്നത്. അതുകൊണ്ട് പുണ്യം കൂടാൻ പറ്റുന്ന സംഭവമുണ്ട്. പള്ളി പോയിരിക്കുകയാണെങ്കിൽ ഫോൺ ഒഴിവാക്കുക, എന്നിട്ട് പള്ളിയിൽ നിന്ന് ഖുർആൻ എടുത്ത് ഓതുക. ആ മുസാഫിൻ്റെ പ്രതിഫലം വേറൊന്നിനും കിട്ടില്ല. മുസാഫിനുള്ളൊരു പ്രതിഫലമുണ്ട്, ഖുർആൻ മാത്രമുള്ള പ്രിന്റ് ചെയ്ത മുസാഫ്, അതിൻ്റെ പ്രതിഫലം വേറെയാണ്. മറ്റൊരു പക്ഷേ പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലം. ഖുർആൻ ഹിഫ്ളാക്കാനുള്ള ചാൻസ് റമദാൻ നമുക്ക് നൽകിയത്. ഖുർആൻ നന്നായി ഹിഫ്ളാക്കുക. എത്ര സൂറത്ത് പഠിക്കാൻ പറ്റുമോ, ചില ആയത്തുകൾ, ചില സൂറത്തുകൾ, അതൊക്കെ നന്നായി പഠിക്കുക. ഖുർആനെ കുറിച്ച് ചിന്തിക്കുക, തദബ്ബുർ നടത്തുക. അഫലാ തതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ എന്താ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അമല ഖുലൂബിൻ അഖ്ഫാലുഹാ, നിങ്ങളുടെ കൽബുകൾക്ക് നിങ്ങൾ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? ചിന്തിച്ചു നോക്കിയോ? ഖുർആൻ മരണത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, ജീവിതത്തിൻ്റെ വ്യത്യസ്ത അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞത് കേട്ടാൽ ചിന്തിക്കുമ്പോൾ നമ്മൾ പറയാൻ തുടങ്ങും, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. പടച്ചോനെ, നീ വലിയവനാ റബ്ബേ, നീ എത്ര വലിയവനാ, നീ വെറുതെ ഉണ്ടാക്കിയതല്ല ഇതൊന്നും, ഞങ്ങളെ രക്ഷിക്കണേ എന്നവർ ബുദ്ധിയുള്ളവർ പറയാൻ തുടങ്ങും. നന്നായി ചിന്തിക്കുക, നന്നായി തഅല്ലുമ് നടത്തുക, ഖുർആൻ പഠന ക്ലാസുകൾ ഉപയോഗപ്പെടുത്തുക, അർത്ഥം വായിക്കുക, ആയത്തുകൾ വായിച്ച് അതിൻ്റെ തഫ്സീറുകൾ പഠിച്ച് ഈ ആയത്തിൽ അല്ലാഹ് എന്നോട് എന്താ പറയുന്നത് എന്ന് നന്നായി ചിന്തിക്കുക, പഠിക്കുക. കേൾക്കാൻ പറ്റുന്നവർ ഖുർആൻ കേൾക്കുക. ചിലർക്ക് എല്ലാം പറ്റില്ലല്ലോ. ഖുർആൻ അങ്ങ് ഓണാക്കി വെച്ചിട്ട് ഏതെങ്കിലും ഒരു സൂറത്ത് കേൾക്കുക, ഇരുന്ന് കേട്ടാവരെ കൂലി കിട്ടും. ശീലമാക്കിക്കോളിയും. പീസ് റേഡിയോ ആപ്പുണ്ട്, പീസ് ഖുർആൻ റേഡിയോ ആപ്പുണ്ട്, ജമീൽ ആപ്പുണ്ട്. ഖുർആൻ കേൾക്കാനുള്ള അവസരമാണ്. ഓണാക്കി അങ്ങ് വെച്ചാൽ കേൾക്കണേന് കൂലിയാണ്. വൈദാ ഖുരിഅൽ ഖുർആനു, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ ഫസ്തമിഊ ലഹു, ശ്രദ്ധിച്ച് കേൾക്കുക. വഅൻസിതു, ബാക്കി സംസാരങ്ങളൊക്കെ ഒഴിവാക്കി മിണ്ടാതിരിക്കുക. ലഅല്ലകും തുർഹമൂൻ, നിങ്ങളോട് കാരുണ്യം കാണിച്ചേക്കാം. അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടുന്ന കാര്യമാണ്. ജിഹാദ് നടത്തുക, ഖുർആൻ പ്രചരിപ്പിക്കുക, ഖുർആൻ പഠിപ്പിച്ച നന്മകൾ പാലിക്കുക, ഖുർആൻ വേണ്ട എന്ന് പറഞ്ഞതൊക്കെ ഒഴിവാക്കുക. വജാഹിദും ബിഹി ജിഹാദൻ കബീറാ. ഖുർആനുമായുള്ള ബന്ധം നമ്മൾ ഭയങ്കരമായ ശക്തമായ ബന്ധം ഉണ്ടാക്കാൻ പറ്റുന്ന മാസം. അതോടൊപ്പം റമദാൻ എന്ന് പറയുന്നത് ഒരിക്കലും നിരാശയുടെ മാസമല്ല. ഞാൻ ഒരുപാട് നല്ലത് ചെയ്യാൻ വേണ്ട ആളും, ഞാൻ ഒരുപാട് മോശഫലങ്ങൾ ചെയ്ത ആളാണ്, എനിക്കൊക്കെ ഞാൻ തൗബുണ്ടോ, ഞാനൊക്കെ നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ, ഞാൻ ക്ലാസ്സിൽ പോയിട്ട് കാര്യമുണ്ടോ? കുറേ ആൾക്കാർ നിരാശരാണ്. അള്ളാൻ്റെ ഖുർആൻ പറഞ്ഞു തെറ്റ് സംഭവിച്ചോ, സാരല്ല,
മനുഷ്യന്മാർക്ക് പൊറുക്കൂല. അല്ലയോ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഒരു ജുമാക്ക് കയറി പ്രസംഗം ആരംഭിക്കുമ്പോൾ അതിന് മുമ്പ് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഒരു മദ്യപാനിയായ മനുഷ്യൻ ഖുതുബക്ക് വന്നിട്ടുണ്ട്, കുറച്ച് ആ വിഷയത്തെക്കുറിച്ച് ഒന്ന് പറയണത് നല്ലതാണ്. അയാൾ ഇതുവരെ അങ്ങനെയൊക്കെ ആയിരുന്നു. റമദാൻ വന്നപ്പോൾ ഒരു മാറ്റം. പള്ളിയിലൊക്കെ പോകണം, ഖുതുബ കഴിഞ്ഞ് പൊട്ടിക്കരഞ്ഞ് നെഞ്ചു പൊട്ടി ക്ഷീണിച്ച് അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. കാരണം ചെയ്തതിൻ്റെ ഗൗരവം അത്രയാണ്. കാസർഗോഡ് ജില്ലയിലെ ഒരു കുടുംബത്തിൽ 4 പെൺമക്കൾ, ഒരാൺകുട്ടി. ഇതിൽ ആൺകുട്ടി ഉമ്മയെ നിരന്തരമായി പ്രയാസപ്പെടും, അടിക്കുക, മർദ്ദിക്കുക. മദ്യപിച്ചു വന്നിട്ട് മാതാവിനെ ഭയങ്കരമായി പ്രഹരിക്കും. ഏതാ മാതാവ് എന്നറിയോ? ബ്രെയിന് ട്യൂമർ ബാധിച്ചിട്ട് വേദന സഹിക്കാതെ ജീവിക്കണ ഉമ്മാനെ ഇവൻ വന്നിട്ട് നമ്മുടെ തലൻ്റെ അസുഖത്തിൻ്റെ വേദന മകൻ ടെൻഷനല്ല, അത് അസുഖം കൊണ്ടല്ലേ. പക്ഷെ മകൻ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഗൗരവം കാരണം കൊണ്ട് ആ കുടുംബം അങ്ങേയറ്റത്തെ വിഷമത്തിലാണ്. തെറ്റ് ചെയ്ത മനുഷ്യർ ആലോചിച്ചു, നമ്മൾ ചെയ്ത തെറ്റിന്റെ പാപക്കറകൾ എവിടെയാ കൊണ്ടുപോയി തീർക്കുക? എത്ര മനുഷ്യരെ പറ്റി നമ്മൾ എന്തൊക്കെ പറഞ്ഞു. അല്ലാഹ് പറയാണേ, നിരാശനാവണ്ട, പരിഹാരം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീആ. അല്ലാഹ് പൊറുക്കും. സ്വന്തത്തോട് പാപം ചെയ്ത അടിമകളെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശനാവണ്ട, അല്ലാഹ് പുറത്തു തരും. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീആ. 100 മനുഷ്യരെ കൊന്നു. അവസാനം അയാൾ മരിക്കുമ്പോൾ മലായിക്കത്തുകൾ വന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. സ്വർഗത്തിൻ്റെ മലക്കാണോ, സ്വർഗത്തിലേക്ക് വേണോ, നരകത്തിലേക്ക് വേണോ? അദ്ദേഹം കൂടുതൽ നന്നാവാനുള്ള സാധ്യതകൾ കണ്ടുകൊണ്ട് സ്വർഗത്തിൻ്റെ മലക്കുകളോട് ഏറ്റെടുക്കാൻ പറയുന്നുണ്ട്. 100 മനുഷ്യരെ കൊന്നയാളോട് അല്ലാഹ് പൊറുക്കും. ഇതെല്ലാം ചെയ്യാനുള്ളതല്ല. സംഭവിച്ചു പോയെങ്കിൽ, അറിയാതെ പറ്റിപ്പോയെങ്കിൽ, മനുഷ്യന്മാരോട് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ, അമ്മോശനോട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഭർത്താവിനോട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഭാര്യയോട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നാത്തൂനോട്, പെങ്ങളോട്, അയൽവാസിയോട് വല്ലതും ചെയ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് പോയി കെട്ടിപ്പിടിച്ച് സലാം പറഞ്ഞ് ഞാൻ അങ്ങനെ പറഞ്ഞു പോയി, സംഭവിച്ചു പോയി, നിങ്ങൾ എനിക്ക് മാപ്പ് തരണം, നിങ്ങൾ എനിക്ക് പുറത്തു തരണം. അല്ലാഹുവിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം മനുഷ്യന്മാരോട് ചെയ്ത പ്രശ്നമാണെങ്കിൽ മനുഷ്യന്മാരോട് മാപ്പാക്കണം, പൊരുത്തപ്പെടിക്കണം. എന്നിട്ട് പടച്ചോനെ എനിക്ക് പുറത്തു തരണമെന്ന വാക്ക് പിന്നെ പറയണം. അള്ളാഹുവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിസ്കാരത്തിന്റെ, സകാത്തിന്റെ, നോമ്പിന്റെ, ഹജ്ജിന്റെ മറ്റു കാര്യങ്ങളാണോ, അത് പടച്ചോനോട് നമ്മക്ക് പറഞ്ഞാൽ മതി. അള്ളാഹിനോട് പറഞ്ഞാലോ, വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ ആരാ നിങ്ങളുടെ പാപം പൊറുക്കാനുള്ളത്? അല്ലാഹ് പൊറുക്കാൻ റെഡിയാണ്. അല്ലാഹ് വദൂദാണ്, റഹീമാണ്. ഈ റമദാൻ മാസം നമ്മളെ ചിന്തിപ്പിക്കണം. തൗബ ചെയ്ത്, പശ്ചാത്താപം ചെയ്ത്, നന്നായി ഒരു ശുദ്ധ മനുഷ്യനെ പോലെ നബി പഠിപ്പിച്ചു. അത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു. തൗബ ചെയ്ത് പശ്ചാത്തപിച്ചു മടങ്ങുന്നയാള് ഇതുവരെ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. ഇതാണ് ഇസ്ലാം. ശക്തനായ, ഒരുപാട് പ്രയാസം ഉണ്ടാക്കിയ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. പറ്റില്ല എന്ന് പറഞ്ഞോ? ഉമറും ഫിൽ ജന്ന, ഉമർ സ്വർഗത്തിലാണ്. ഇസ്ലാമിനെ ഒരുപാട് പ്രതിസന്ധി ഉണ്ടാക്കി ഖാലിദ് ഇബ്നു വലീദ് പിന്നീട് റളിയല്ലാഹു അൻഹുവായി മാറി. അള്ളാഹു തൃപ്തിപ്പെട്ടു എന്നാ പറഞ്ഞത്. അബൂ സുഫിയാൻ ഇസ്ലാമിനെതിരെ എന്തെല്ലാം ചെയ്തു കൂട്ടി, പിന്നീട് റളിയല്ലാഹു അൻഹു എന്ന സ്ഥാനത്തേക്ക് ഉയർന്നു. തൗബ ചെയ്യണം. ഏത് കൊലക്കൊമ്പനാണെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിലേക്കൊന്ന് വീഴാൻ കഴിയണം. തൗബയുടെ മനസ്സുമായി ജീവിച്ചാൽ ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. നമ്മളൊരാള് ഒരു തെറ്റ് ചെയ്ത മനുഷ്യന്മാരാണെങ്കിൽ അയാളോട് പിന്നെ മുണ്ടൂല, പിന്നെ തെറ്റ് പ്രചരിപ്പിക്കുക, പിന്നെ അയാളെ കിട്ടുന്നിടത്തൊക്കെ വഷളാക്കുക. നമ്മൾ ചെയ്യുന്ന തെറ്റ് പടച്ചോൻ മറച്ചു വെച്ചുക, ആരോടും പറയില്ല. നമ്മൾ അങ്ങോട്ട് ചെല്ലണം പടച്ചോനോട്. അള്ളാഹ്ക്ക് ഇഷ്ടമാണ് ഒരു അടിമ തൗബ ചെയ്യുന്നത്, അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഭാര്യ ഭർത്താവൊക്കെ ജീവിക്കുമ്പോൾ ചിലരൊക്കെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കാറുണ്ട്.
അവരൊക്കെ ഇരുന്ന് ഈ റമദാനിലൂടെ കഴിഞ്ഞകാല ജീവിതത്തെ ഒന്ന് വിലയിരുത്തി ഒറ്റയ്ക്ക് വാതിലടച്ചിട്ട് ഇരുന്ന് ചർച്ച ചെയ്യണം. ഞാനും നിങ്ങളും ഓക്കെയാണോ? ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? രണ്ടാൾക്കുണ്ടാവുമല്ലോ സ്വാഭാവികമായും. എന്തൊക്കെയാണെങ്കിൽ പരസ്പരം ഒരു പൊരുത്തപ്പെടിക്കലിൻ്റെ ജീവിതവുമായി മുന്നോട്ട് പോകാൻ കഴിയണം. കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിന് പോയപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ഒരാൾ എൻ്റെ അടുത്ത് ഒരു സംശയമുണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ ഭാര്യയും ഞാനും കൂടി ഹജ്ജിന് പോകാൻ വേണ്ടി നീയത്താക്കിയതാണ് ഉസ്താദേ, ഓള് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹജ്ജിന് പോയി. അല്ല, ഓളും മരിച്ചു. ഇനിയിപ്പോൾ ഞാൻ ആ പൈസ കൊണ്ട് ഞാൻ പോയി ഹജ്ജ് ചെയ്താൽ ശരിയാകും? നമുക്കൊക്കെ വിചാരങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്നേഹിക്കാത്തവർ ജീവനില്ലാത്ത മരിച്ചു കിടക്കുമ്പോൾ കരയുന്നത് നാടകമാണ്. നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ എനിക്കറിയാം. ജീവിച്ചിരിക്കുമ്പോൾ നല്ല വാക്ക് പറയൂല, ചിരിക്കൂല, സ്നേഹിക്കൂല, അടുത്ത് വരൂല, മര്യാദക്ക് ഇടപഴകൂല. മരിച്ചു എന്നറിയുമ്പോൾ ഒരു കണ്ണീരും ഭയങ്കര വിഷമവും ഭയങ്കര സങ്കടവും. അതിനുള്ളതല്ല സ്നേഹം. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കണം. ഒരു മയ്യത്തിൻ്റെ ഖബർസ്ഥാനിലേക്ക് കയറി ചെന്നു. മയ്യത്ത് ഖബറടക്കം സമയമായി പണി നടന്നുകൊണ്ടിരിക്കും. അപ്പം അപ്പുറത്തെ ഖബർസ്ഥാനിലെ ഒരാൾ നിന്ന് പ്രാർത്ഥിക്കണം. അദ്ദേഹത്തോട് ചോദിച്ചു, ആരാ? പുതിയ ഖബറാണ്. ആരാ? ഭാര്യയാണ്. ശരി, എന്താ? അവർ ക്യാൻസറായിരുന്നു, മരിച്ചിട്ട് 12 ദിവസമായി. ഉസ്താദ് പ്രാർത്ഥിക്കണം. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ലാസ്റ്റ് പിന്നെ കുറച്ച് കരച്ചിൽ തുടങ്ങി. പിന്നെ അദ്ദേഹം പറഞ്ഞു, നട്ടെല്ലിന് ക്യാൻസറായിരുന്നു, അസുഖമാണെന്നറിഞ്ഞപ്പോൾ ബാംഗ്ലൂരിലുണ്ടായിരുന്ന എൻ്റെ ജോലി ഞാൻ ഒഴിവാക്കി ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്. ഞാൻ ഓളെ കൂടെ നിന്നു. ഫുള്ള് ഹോസ്പിറ്റൽ കേസ് ഞാനാ പോയത്, വേറെ ആരും ഞാൻ വിട്ടിട്ടില്ല. ഞാൻ തന്നെ പോകും, എല്ലാ ചികിത്സക്കും എല്ലാത്തിനും ഞാൻ പോകും. ലാസ്റ്റ് മരിക്കാൻ സമയത്ത് ആശുപത്രിയിൽ കിടന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ICUവിലേക്കൊന്നും കയറ്റിവിടണ്ട, നിങ്ങൾ ഈ ഒരു റൂം തരാം, നിങ്ങളും ഭാര്യ ഭർത്താവ് ആ റൂമിൽ നിന്നാൽ മതി. എൻ്റെ കൈ പിടിച്ചാണ് അവൾ മരിച്ചത് ഉസ്താദേ. മരിക്കുമ്പോൾ ആ കയ്യിൽ നിന്നാണ്, ആ കൈ ഇങ്ങനെ വലിച്ചത് പോയി. ഞാനും എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു ഉസ്താദ് ജീവിച്ചിരുന്നത്. 4 അടി മണ്ണിൻ്റെ മുമ്പിൽ പോയി ആ മനുഷ്യൻ തൻ്റെ സങ്കടങ്ങൾ വിങ്ങിപ്പൊട്ടുന്നുണ്ട്. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, പ്രിയപ്പെട്ട ഭാര്യമാരെ, ജീവിതകാലത്ത് സ്നേഹിച്ചവർക്ക് മരിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ കരയാനോ സങ്കടപ്പെടാനോ അധികാരമുണ്ട്. നമ്മുടെ കുട്ടികളെ ചെറുപ്രായത്തിൽ സ്നേഹിച്ചവർക്ക് വലിയ പ്രായത്തിൽ അവരെ ശകാരിക്കാനും തല്ലാനും അധികാരമുള്ളൂ. വെറും തല്ലാനും കൊല്ലാനും ഇല്ലല്ലോ, നമ്മൾ സ്നേഹിക്കാൻ കൂടി അധികാരമുണ്ട്. 1-ാമത്തെ വയസ്സ് മുതൽ 7-ാമത്തെ വയസ്സ് വരെ നമ്മുടെ കുട്ടികളോട് എന്താ ചെയ്യേണ്ടത്? കളിപ്പിക്കണം. നേരല്ല, തിരക്കാണ്, കച്ചവടമുണ്ട്, ഞായറാഴ്ച ഒഴിവില്ല, രാത്രി ഒഴിവില്ല, പകലൊഴിവില്ല, ഗാന്ധി ജയന്തിക്ക് ഒഴിവില്ല, ഒന്നിനൊഴിവില്ല. 7 വയസ്സ് വരെ കളിപ്പിക്കാൻ ഒഴിവില്ലാത്ത മനുഷ്യൻ. ശരി, 7 മുതൽ 14 വയസ്സ് വരെ കുട്ടിക്ക് എന്താ കൊടുക്കേണ്ടത്? അദബ് കൊടുക്കണം. അദബ് കൊടുക്കേണ്ട പ്രായതാ 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ. എങ്ങനെ മുടി, എങ്ങനെ പാൻറ്, എങ്ങനെ ചെരുപ്പ്, എങ്ങനെ ഏത് കാര്യവും പഠിപ്പിക്കേണ്ട ഒരു പ്രായമാണ് ആ മദ്രസ പ്രായം. അവിടെ ഒന്നും ചെയ്യാതെ 14 വയസ്സിന്റെയും 21 വയസ്സിന്റെയും ഇടയിൽ അവരെ പാഠം പഠിപ്പിക്കാൻ ഒരുങ്ങുന്നവരെ നിങ്ങൾക്ക് പിഴച്ചു. ഓൻ 9-ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് ഉപദേശം തുടങ്ങുന്നത്. കുട്ടി +2 കഴിഞ്ഞ് ഏതോ കണക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് ഉപദേശം തുടങ്ങുന്നത്, അദബ് തുടങ്ങുന്നത്. ഇനി അദബ് കയറൂല. അതുകൊണ്ടാണ് 18 വയസ്സുള്ള കുട്ടി കോടതിയിൽ വെച്ച്, തലശ്ശേരി കോടതിയിൽ ഉമ്മാന്ന് വിളിച്ചിട്ട് കരയേണ്ട കുട്ടി ഉമ്മാനെ വേണ്ട, കാക്കൂനെ മതി എന്ന് പറഞ്ഞ് കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള കാരണം എന്താ? കിട്ടേണ്ടത് സമയത്ത് കിട്ടിയിട്ടില്ല. നമ്മൾ ഓരോരുത്തരും രക്ഷിതാക്കളൊക്കെ നല്ല ഈ റമദാനിൽ ഇരുന്ന് നമ്മളെ വീട്ടിൽ സെറ്റാക്കണം. നമ്മളെ കുറച്ചപ്പുറത്ത് കൊടുങ്ങല്ലൂർ പ്രദേശത്തൊരു കുടുംബം മദീനത്ത് വെച്ച് അവർ പരിചയപ്പെട്ടത്. അവിടെ ഇങ്ങനെ ഇരുന്ന് മദീനൻ്റെ പള്ളീൻ്റെ പുറത്തിങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളോട് കുറച്ച് കാര്യം പേഴ്സണലായിട്ട് പറയാനുണ്ട്. അപ്പോൾ ഞങ്ങളിരുന്ന് കുറേ നേരം സംസാരിച്ചു. വിതുമ്പുന്ന ചുണ്ടുകളോട് അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു മോളുണ്ട്. എൻ്റെ മോള് നല്ല മിടുക്കിയായിരുന്നു. അവളേറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മൊബൈൽ ഫോൺ വേണമെന്ന്. ഞാൻ ഖത്തറിൽ ജോലി ചെയ്യുന്ന കാലത്ത് അവൾക്കൊരു മൊബൈൽ ഫോൺ മേടിച്ചു. എൻ്റെ അധ്വാനം കൊണ്ട് ആ മൊബൈൽ ഫോണിലെ കണക്ഷൻ അവൾ തൊട്ടപ്പുറത്തെ 4 വീടപ്പുറത്തുള്ള ഒരു നോൺ മുസ്ലിം പയ്യനുമായി കണക്റ്റഡായി. 4 വീടപ്പുറത്ത്. ഇവിടുന്ന് ഇറങ്ങി അങ്ങനെ നോക്കിയാൽ കാണും. ഒരു റമദാനിന്റെ അവസാനത്തെ 10-ൽ ഒരു രാത്രിയിൽ ഈ മോള് ഓതി വീഴുന്ന ഖുർആനിന്റെ പേജുകൾ അടച്ചു വെക്കാതെ കോള് വന്നപ്പോൾ അവൻ്റെ അടുത്തേക്ക് ഇറങ്ങി ഓടി. ഉമ്മ വേണ്ട, വാപ്പ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയി.
ആലോചിക്ക്, റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ ആര് താൻ മേടിച്ചു കൊടുത്ത അതേ മൊബൈൽ ഫോൺ കൊണ്ട് പോയി ആപ്പനോട് വന്ന് പറഞ്ഞു, അവള് പോയതല്ല ഉസ്താദേ, ഞാൻ എപ്പോൾ കാലെടുത്തൊന്ന് വീട്ടിൽ നിന്ന് ഗേറ്റ് കടന്ന ഞാൻ ആ വീട് ഇങ്ങനെ കാണല്ലേ, എനിക്ക് തളർന്നു പോവുകയാണ്, ഞാൻ കൈ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, ഏതെങ്കിലും ദൂരത്തുള്ള വീടാണെങ്കിൽ ഞാൻ കാണൂലായിരുന്നു. ഇങ്ങനെ കുടുംബങ്ങളേറെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ ദീനിനെ മുറുകെ പിടിക്കാൻ, ദീനിലേക്ക് വരാൻ, അടുക്കാൻ, പഠിക്കാൻ, സ്നേഹിക്കാൻ, എല്ലാം ഒന്ന് ഉൾക്കൊള്ളാൻ, വിശാലമായ വിട്ടുവീഴ്ച ചെയ്യാൻ, പരസ്പരം ക്ഷമിക്കാനുള്ള ഒരു മനസ്സിന്റെ മാറ്റമാണ് റമദാൻ നമുക്ക് നൽകേണ്ടത്. അതുപോലെ തന്നെ വിശുദ്ധ റമദാൻ നമുക്ക് നൽകുന്ന മാറ്റം നമ്മുടെ സാമ്പത്തികമായ സ്വതക്കാത്തുകളുടെ ഒരു തുറന്ന മനസ്സാണ്. എത്ര ആള് വന്ന് ചോദിച്ചാലും മനസ്സറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കാനുള്ള ഒരു ശീലം നമ്മൾ ഉണ്ടാക്കണം. 1000 കൊടുത്താലേ സ്വതക്കയാവും ഇല്ല, 10 രൂപ കൊടുത്താലും 1000ന്റെ പ്രതിഫലം നമ്മുടെ മനസ്സിന്റെ നീയത്ത് പോലെ ഇരിക്കും. ചില പാവപ്പെട്ട മനുഷ്യരുണ്ടാവും, ഒരു ദിവസം പള്ളിപ്പണി നടക്കുക, പള്ളീൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചപ്പോൾ ഒരു കൃഷിക്കാരനായ മനുഷ്യൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ എൻ്റെ അടുത്ത് തരാൻ പൈസ ഇല്ല, ഒരു പശുക്കുട്ടിൻ്റെ അതിനെ ഞങ്ങൾ കൊണ്ടുപോയിട്ട് വിറ്റിട്ട് ആ പൈസ പള്ളിക്കെടുത്തു കൊടുക്കുമോ? നമ്മളെ വീട്ടിലിങ്ങനെ വളർന്നു നിൽക്കണ നല്ല തടിച്ചൊരു പശുക്കുട്ടിൻ്റെ പള്ളി കൊണ്ടേക്കോളി നമ്മൾ പറയോ? ചില മനുഷ്യന്മാരുടെ മനസ്സാണ്. ഒന്ന് ആലോചിക്കത്, എന്തുമാവാം. ഒരു ഇത്തക്കുന്നാറ്, നരകത്തെ സൂക്ഷിക്കണേ, വലോഭിഷിക്ക് തമ്രത്തിനൊരു ഈത്തപ്പഴത്തിൻ്റെ ചീള് കൊണ്ടെങ്കിലും നരകത്തുനിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കണേ. നമ്മളും നമ്മുടെ കുടുംബം സ്വർഗത്തിൻ്റെ ആളുകളാവണം. നരകത്ത് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളെയും നമ്മൾ ബ്ലോക്ക് ചെയ്യണം. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കാൻ പറ്റുന്ന എല്ലാ നന്മകളിലേക്കും നമുക്ക് പോകാൻ കഴിയണം. 8 കവാടങ്ങളുണ്ട്. ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നവർക്കുള്ള വാതിലുണ്ട്. ബാബുൽ ജിഹാദ്, ജിഹാദിന്റെ വാതിലുണ്ട്. സ്വതക്കന്റെ വാതിലുണ്ട്. തവക്കുലിന്റെ ബാബുണ്ട്. തൗബയുടെ വാതിലുണ്ട്. നോമ്പുകാരന്റെ റയ്യാൻ എന്ന വാതിലുണ്ട്. അങ്ങനെയുള്ള വാതിലുകളിലൂടെ കടന്നു ചെല്ലാൻ നമ്മുടെ കയ്യിൽ നന്മയുണ്ടാവണം. മരിച്ച് ഈ ലോകത്തുനിന്ന് അവസാനത്തെ യാത്രയും കഴിഞ്ഞ് പടിയിറങ്ങി 6 അടി മണ്ണിലേക്ക് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സഹായിക്കാൻ ആരുമില്ല. നാട്ടുകാർ തിരിച്ചു പോരും, ബന്ധുക്കൾ തിരിച്ചു പോരും, കുടുംബക്കാർ തിരിച്ചു പോരും. അമല് മാത്രം ബാക്കിയാകും. നമ്മുടെ കയ്യിൽ അമലുകൾ വേണം, ധാരാളം സൽക്കർമ്മങ്ങൾ വേണം, ദിക്റുകൾ വേണം, ഇസ്ലാം പഠിപ്പിച്ച സ്വലാത്ത് വേണം, ഇസ്ലാം പഠിപ്പിച്ച നമസ്കാരങ്ങൾ വേണം. ദീനിലില്ലാത്തതൊന്നും ചെയ്തു കൂട്ടരുത്, ദീൻ പഠിപ്പിക്കാത്തത് ചെയ്തു കൂട്ടരുത്. ദീനിന് അകത്തുള്ള ബൗണ്ടറിക്കകത്ത് നിന്നുകൊണ്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ യഥാർത്ഥ രൂപത്തിൽ സ്നേഹിച്ചുകൊണ്ട് നമ്മളൊരു കൂട്ടമായി സൗഹൃദത്തോടെ ഈ മഹല്ലിന്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാൻ കഴിയണം. ഈ നാടിനും നാട്ടുകാർക്കും ഗുണമുള്ള ഒട്ടനേകം ചാരിറ്റി നമുക്ക് ചെയ്യാൻ കഴിയണം. ദീനിയായ ഒരുപാട് നന്മ നിറഞ്ഞ സദസ്സുകൾ സംഘടിപ്പിക്കാൻ കഴിയണം. നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ കണ്ട നബി തങ്ങൾ പറഞ്ഞു, സ്ത്രീകളെ ധാരാളമായി ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, ധാരാളമായി സ്വതക്ക ചെയ്തോ, കാരണം ഞാൻ നരകത്തിൽ ഏറ്റവും കണ്ടത് സ്ത്രീകളെയാണെന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആ കാരണം പറഞ്ഞു, ഭർത്താവിനോടുള്ള നന്ദി കേടായിരുന്നു, ശാപവാക്ക് അധികരിപ്പിക്കുന്ന സ്വഭാവമായിരുന്നു. ഇന്ന് നമ്മുടെ പെൺമക്കളിൽ സ്ത്രീകളിലൊക്കെ കണ്ടിരിക്കുന്ന മേക്കപ്പിൻ്റെതായ ഒരുപാട് തോന്നിവാസങ്ങൾ, കല്യാണങ്ങളിലെ പേക്കൂത്തുകൾ, എല്ലാം ആഘോഷിക്കുന്ന ത്വരകൾ, എല്ലാത്തും ഹലാലാക്കി മാറ്റുന്ന ഒരു അവസ്ഥ, ബന്ധങ്ങളെ ശ്രദ്ധിക്കാത്ത ഒരു അവസ്ഥ, ഹറാമുകളെ മാനിക്കാത്ത അവസ്ഥ എല്ലാം നമ്മൾ കാണുകയാണ്. അവിടെ നിന്നാണ് നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ കോടതിയിൽ പാപങ്ങളില്ലാതെ കടന്നു ചെന്ന് സുരക്ഷിതരായി ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞ്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അങ്ങനെ മരിക്കാൻ നമുക്ക് കഴിയണം. ഞാനും നിങ്ങളും അടങ്ങുന്നവർ, ഞാൻ എന്നോടാണ് ആദ്യം പറയുന്നത്, നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് ലഭിച്ച എല്ലാ നന്മകളും ചെയ്യാനുള്ള അവസരങ്ങൾ ശരിയായി ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. ഈ സംരംഭവുമായി സഹകരിച്ച എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ അവസരങ്ങളിലും അല്ലാഹുവിനെ ശുക്ർ ചെയ്ത് നന്ദിയുള്ളവരായി ജീവിക്കുക. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന് ഒരു ഫാമിലിയാണ് ഭക്ഷണം സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ഇഫ്താറിൻ്റെ മുഴുവൻ പ്രതിഫലം ഇത്രയും ആളുകളെ നോമ്പ് തുറപ്പിച്ച് ഭക്ഷണം കൊടുത്തതിൻ്റെ
പൂർണ്ണമായ പ്രതിഫലം അല്ലാഹു തആല അവരുടെ മീസാനിൽ നൽകുമാറാകട്ടെ. നമുക്കും ഇതുപോലെ ഓരോ നന്മകളിലും എത്തിപ്പെടാനുള്ള വിശാലമായ ഖൈറും ബറക്കത്തും പടച്ച റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.